വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇന്നലെ അനാലിസിസ് നടത്തുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഏരിയാസിൽ ഒന്ന് പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു ഈ ലെവല്. ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്താൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലൈനിൽ. അതുപോലെ എത്തുകയും വീണ്ടും തിരിച്ചിറങ്ങി സപ്പോർട്ട് എടുക്കുകയും താഴോട്ടേക്ക് വന്ന് സപ്പോർട്ട് എടുക്കുകയും വീണ്ടും നമ്മൾ മാർക്ക് ചെയ്തൊരു ലെവലായിരുന്നു ഈ ലെവല്. അവിടേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം റെസിസ്റ്റൻസ് എടുത്തിട്ട് അടുത്തൊരു സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 100% ആക്യുറസി ഇന്നലത്തെ യുഎസ് ഓയിലിന്റെ അനാലിസിസിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് പോവാം. ഇന്ന് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഒരു പക്ഷേ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു ഹൈ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഹൈയിലേക്കും ചിലപ്പോൾ ഒന്ന് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം അതിന് മുകളിൽ ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു FEGനെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ രണ്ട് ഏരിയ ആണ് പ്രധാനമായിട്ടും മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ളത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി അനാലിസിസ് നടത്താം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ എല്ലാം ഒന്ന് പ്രൈസ് നോക്കാം. താഴത്തുനിന്ന് നോക്കുകയാണെങ്കിൽ 59.821 ആൻഡ് 60.682. അതിന്റെ മുകളിലുള്ളത് 61.417, 62.278. അതിന്റെ മുകളിലുള്ളത് 63.215 ആൻഡ് 64.152. ഇത്രയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയാസ്. ഇനി നമുക്ക് റെസിസ്റ്റൻസ് ഏരിയാസ് ഒന്ന് നോക്കാം. 65.602 ആൻഡ് 66.494. അടുത്തത് 67.676 ആൻഡ് 69.437. അടുത്തത് 72.089 ആൻഡ് 73.667, 74.951, 76.743. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിലുള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിനെ നോക്കുന്ന സമയത്ത് നമുക്കൊരു എൻട്രി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ലെവലാണ്. കാരണം ഭയങ്കര ടൈറ്റ് റേഞ്ചിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും സാധ്യതകളൊന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരു പക്ഷേ ചെറിയ ടൈം ഫ്രെയിമിൽ നിന്നൊരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ ചെറിയൊരു ട്രേഡ് ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഒരു സെല്ലിംഗ് ട്രേഡ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഇപ്പൊ ഈ പറഞ്ഞ ഏരിയയിലേക്ക് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്നും ഒരു ചെറിയൊരു ട്രേഡ് ഒക്കെ കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ലോങ് റണ്ണിന് ട്രേഡ് കിട്ടണമെങ്കിൽ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരണം. സെല്ല് വരണമെങ്കിൽ ഏറെക്കുറെ ഈ ലെവൽ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു സപ്പോർട്ട് എടുത്തിട്ട് ചിലപ്പോൾ മുകളിലേക്ക് വീണ്ടും പോവാം, അല്ലെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ബൈയും കിട്ടണമെങ്കിൽ ഈ ലെവലിന്റെ മുകളിലേക്ക് കയറിയാലേ ബൈയും കിട്ടുള്ളൂ. അവിടെ ബൈ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവിടേക്ക് വന്നതിന് ശേഷം ഒന്ന് താഴോട്ടേക്ക് തന്നെ ആയിരിക്കും മാർക്കറ്റ് വരിക. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ വന്നാലും നോക്കിയാൽ കാണാം FEG ഉള്ളതാണ്. ഒത്തിരി പ്രധാനപ്പെട്ട ഏരിയാസ് കൂടുതലുള്ളതാണ്. ബൈയിലേക്ക് പോകുന്ന സമയത്ത് FEG ഉണ്ട്, സപ്ലൈ നടന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒരുപക്ഷെ നല്ല റിയാക്ഷനോ അല്ലെങ്കിൽ റിജക്ഷനോ ഒക്കെ തരാൻ സാധ്യത ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ, കാരണം ഈ റെസിസ്റ്റൻസ് ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ സിനാരിയോസ് ഉണ്ട്. FEGകൾ അതുപോലെ സപ്ലൈ നടന്ന ഏരിയകൾ. അപ്പൊ മുകളിലേക്ക് പോകും തോറും
ട്രേഡുകൾ ചെറിയ ചെറിയ ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓരോ പ്രധാനപ്പെട്ട ഏരിയാസിലും വരുന്ന സമയത്ത് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ ട്രേഡുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മറക്കാതെ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ താഴോട്ടേക്കും വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ലോങ് ട്രേഡുകൾ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം മാർക്കറ്റ് അടുത്തടുത്ത് സപ്പോർട്ടും റെസിസ്റ്റൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് സമയം അവിടെ ചെന്നതിന് ശേഷം വലിയ റിയാക്ഷനോ റിജക്ഷനോ ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് കണ്ടതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.